ഹാപ്പി വിഷു. എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നന്മയുടെയും ദിവസങ്ങളായിരിക്കട്ടെ എന്ന ആശംസയോടുകൂടി ഈ വർഷത്തെ വിഷുവിൻ്റെ നമ്മുടെ ഒരു കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇത് കൂടുവിട്ട് കൂടുമാറ്റമെന്ന് ഞാൻ എപ്പോഴും എന്നെ തന്നെ പറയാറുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലല്ല, എൻ്റെ കുഞ്ഞുമാടെ വീട്ടിൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നായിരുന്നു നല്ലൊരു പൊളി സദ്യ എല്ലാവരും വെച്ചു. നല്ല തിക്കായിട്ടുള്ള പരിപ്പ്. സദ്യയുടെ കാര്യത്തിൽ ആർക്കും നമ്മളെ മാറ്റി നിർത്താൻ പറ്റത്തില്ല മക്കൾസെ. എല്ലാം ഒന്നൊന്നിന് മെച്ചമായിരുന്നു. പെട്ടെന്നുണ്ടാക്കിയ ഇൻസ്റ്റൻറ്റ് കടുമാങ്ങ അച്ചാറുണ്ടായിരുന്നു, നല്ല പച്ചടി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മളെ ബീട്രൂട്ട് പച്ചടി, 2 ടൈപ്പ് പച്ചടിയായിരുന്നു. ഞാനിതെല്ലാം കുക്കിംഗ് പ്രോസസ്സിംഗ് ഒന്നും കാണിച്ചില്ല. പൊളി സാമ്പാറായിരുന്നു. സാമ്പാർ കുറച്ച് ലൂസായി പോയോ ഇല്ലേ എന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷേ കഴിച്ചപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റായിരുന്നു. ഇഞ്ചിക്കറി എൻ്റെ സ്പെഷ്യൽ ഇഞ്ചിക്കറി ആയിരുന്നു. അതുപോലെ ലാസ്റ്റ് നമുക്ക് കഴിക്കാനായിട്ട് മോര്. ഇത് ഞാൻ ഒത്തിരി കുടിച്ചു കേട്ടോ. കുടിച്ചിട്ടും കൊതി തീരുന്നില്ല. പിന്നെ അടപ്പായസമായിരുന്നു. അടപ്പായസത്തിൻ്റെ ഡ്യൂട്ടി എനിക്കായിരുന്നു. ഞാൻ വെച്ചത് കൊണ്ട് പറയുകയാണ് എന്ന് നിങ്ങൾ കരുതരുത്. നല്ല പോളി അടപ്പായസമായിരുന്നു. അതിൻ്റെ പ്രോസസ്സിങ്ങാണ്. അട നല്ലതുപോലെ വെന്തഴുകിയായിരുന്നു. ലാസ്റ്റ് 1-ാം പാലും ഒക്കെ ചേർത്തു. അതിനെങ്ങനെ കുറുക്കിയെടുക്കുന്ന പ്രോസസ്സിങ് ഉണ്ട്. നമുക്ക് സഹായിച്ചു തരാനും കൂടി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് ജോലി എളുപ്പമാവുമോ. അപ്പം നമുക്ക് ഹെൽപ്പേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഹെൽപ്പേഴ്സ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ടക്കടാന്ന് ജോലി തീർത്തു. ലാസ്റ്റ് അറിയാലോ, നമ്മുടെ നട്ട്സ് ഇത് കുറഞ്ഞു പോയി. കാരണം കുറച്ചുകൂടെ നട്ട്സും മുന്തിരിയൊക്കെ ചേർക്കുന്നതാണ് സാധാരണ. അതെല്ലാം കൂടി ഒന്ന് നെയ്യിൽ മൂപ്പിച്ച് പായസത്തിൽ ചേർത്തു. പിന്നെ ലാസ്റ്റ് നമ്മളെ ഈ സെറ്റിംഗ് പ്രോസസ്സാണ്. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഇത്രയും വലിയ പ്രശ്നമില്ല. ഇത് നമ്മളെ കാളൻ വന്നു ഓളൻ വന്നു എന്ന് പറയുന്നത് പോലെ. പക്ഷേ കാളനും ഓളനും ഒന്നും ഈ കൂട്ടത്തിലില്ല. എങ്കിലും അൽഹംദുലില്ലാ ഇടയ്ക്ക് വീഡിയോ വീണ്ടും വന്ന് കയറിയതാണ് മക്കൾസേ. ക്ഷമിക്കുക. ഈ താളിച്ചിടുന്നത് കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ച് കരണമെന്ന് കരുതിയതാണ്. ആ സമയത്ത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ വീഡിയോ ജസ്റ്റ് ഒന്ന് മാറിക്കിടന്നു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നിങ്ങളടുത്തല്ലേ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ജസ്റ്റ് ഒന്നുകൂടി കാണിക്കുകയാണ്. പായസം കുറച്ച് ലൂസായിരിക്കണം, എങ്കിൽ മാത്രമേ ലാസ്റ്റ് നമുക്ക് കുടിക്കുമ്പോഴത്തേക്ക് കുറച്ച് തിക്കാവുകയുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് ലൂസാക്കി ഞാൻ വെച്ചത്. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ സദ്യയിലേക്കൊന്ന് കടന്നാലോ. സദ്യ അവിടെ നമ്മുടെ വെയിറ്റിംഗ് ആണ്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും കഴിക്കാൻ തയ്യാറായി ഇരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് നിങ്ങളെ എനിക്കിങ്ങനെ എല്ലാം പ്രസൻറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ രീതിയിലൊക്കെ ഒന്ന് മാങ്ങാച്ചാർ പെട്ടെന്ന് ഇട്ട് നോക്കുക. ഭയങ്കര ടേസ്റ്റാണ്, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. എല്ലാം ഒന്നൊന്നിന് മിച്ചമായിരുന്നു. ക്യാബേജ് ഇതിൻ്റെ സ്പെഷ്യലാണ്. മക്കൾസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അവിയലും എൻ്റെ വകയായിരുന്നു. ഞാൻ കുറച്ച് പേര് തറയിലിരുന്ന് കഴിച്ചു, കുറച്ച് പേര് ടേബിളിലിരുന്ന് കഴിച്ചു. മക്കൾസിനൊക്കെ ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഒരുമിച്ച് ആ ഒരു കൂട്ടായ്മയോടുകൂടി കഴിക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. സെറ്റ് പാവാടയൊക്കെ ഇട്ട് ഒരു സുന്ദരി കുട്ടി ഇരിക്കുന്നുണ്ടല്ലോ. അതിനുശേഷം നമ്മൾ പിന്നെ ഒരു റീൽസിന് വേണ്ടിയിട്ടൊക്കെ കുറച്ച് തട്ടുകൂടുമൊക്കെ കാണിച്ചു കൂട്ടി. അപ്പോൾ ഈ വർഷത്തെ വിഷു അടിപൊളിയാക്കി തന്ന സർവ്വശക്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട്